ഞാനിപ്പം രാഷ്ട്രീയം പറയാനല്ല ഇവിടെ നിൽക്കുന്നത്. എനിക്ക് ചെയർമാൻ 14 ദിവസത്തെ ചെയർമാൻ്റെ ചാർജ് തന്നിരുന്നു. അത് ചെയർമാൻ്റെ നിയമപരമായിട്ടുള്ള അവകാശമാണ്. ചെയർമാൻ എന്തെങ്കിലും അത്യാവശ്യമോ വ്യക്തിപരമായ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വൈസ് ചെയർമാന് ചാർജ് കൈമാറാനുള്ള അവകാശമുണ്ട്. ആ അവകാശപ്രകാരമാണ് ചെയർമാൻ എനിക്ക് ചാർജ് തന്നിരിക്കുന്നത്. അത് പ്രകാരമാണ് ഞാൻ തന്നെയാണ് കൗൺസിലിന് അജണ്ട കൊടുത്തത്, ഇന്ന് കൗൺസിൽ നടത്തുന്നത്. എനിക്ക് ഇതിൻ്റെ രാഷ്ട്രീയങ്ങളിലേക്കല്ല കടക്കാനുള്ളത്. തൊടുപുഴ നഗരസഭയിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. അതതിൻ്റെ പരിസമാപ്തിയിൽ എത്തിക്കുക എന്നുള്ളത് രാഷ്ട്രീയത്തിന് അതീതമായി തൊടുപുഴ നഗരത്തിലെ മുഴുവൻ പൗരജനങ്ങളുടെയും ആവശ്യവും അവകാശവുമാണ്. ഈ രാഷ്ട്രീയത്തിലെ കളികളൊക്കെ എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം. ഞാനിവിടെ രാഷ്ട്രീയം കളിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. തൊടുപുഴയിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കോ അവകാശങ്ങൾക്കോ നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്ന് കൗൺസിൽ വിളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് 2-3 കാര്യങ്ങളുണ്ട്. വൈസ് ചെയർമാനായി ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ എല്ലാ വാർഡിലേക്കും 10 ലക്ഷം രൂപ വീതം തന്നെ കണ്ടുകൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ 3.5 കോടി രൂപ അതിനുവേണ്ടി തന്നെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അന്ന് മുതൽ നമ്മുടെ മങ്ങാട്ടുകര ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് തുറന്നു കൊടുക്കുന്നതിനുള്ള കഠിന യത്നത്തിലും അതിന് പുറകിലുമാണ് ഞാൻ. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഏതാണ്ട് തീർന്ന് അടുത്ത മാസം അവസാനത്തോടെ അത് ലേലം ചെയ്ത് കൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ കുറച്ച് കാര്യങ്ങൾ തീരാനായിട്ടുള്ളൂ. അത് സംബന്ധിച്ചുള്ള അജണ്ടയുണ്ട്. അതുപോലെ അവിടെ പൊളിഞ്ഞുപോയ മതിൽ കെട്ടി സംരക്ഷിച്ചാലാണ് പുതിയതായിട്ട് അവിടെ കടമുറികൾ എടുക്കാൻ അതിന് ഡിമാൻഡ് വരികയുള്ളൂ. ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ഈ നാടുമായി ബന്ധപ്പെട്ട്, ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട്, തൊടുപുഴ നഗരസഭയുടെ വികസനവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അജണ്ടയിലുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യം ചെയർമാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയർമാൻ ആ ചെയർമാൻ്റെ പേര് ആ കൗൺസിൽ നടന്നില്ല. പക്ഷെ നമുക്കിങ്ങനെ ശാശ്വതമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. ഈ പറയുന്നവർക്കൊക്കെ വേണ്ട ഒരു അവിശ്വാസം കൊണ്ടുവരാമല്ലോ. ഇവിടെ വന്ന് ഈ കോലാഹലം ഉണ്ടാക്കേണ്ട ഒരു കാര്യവും ഇല്ല. ഇതൊക്കെ എന്താണ് ഇതിൻ്റെയൊക്കെ പരിസമാപ്തി നിങ്ങൾ നോക്കിയിരുന്ന് കണ്ടുകൊള്ളുക. എന്തോ ആദ്യത്തെ അജണ്ട പാസ്സാക്കി ബാക്കിയുടെ കൗൺസിലിൽ രാജിവെക്കോ